എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മനോഹരൻ രാഹുലിന്റെ അടുത്ത് നിന്നിട്ട് പറയണ, അതെ കല്യാണക്കുറിയില് എന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേരാ ഞാൻ വെച്ചേക്കുന്നത്, അറിയാലോ. അപ്പൊ കാര്യങ്ങളൊക്കെ നല്ല മംഗളകരമായിട്ട് തന്നെ നടക്കണം, ഒന്നിനും ഒരു കുറവ് വരലെന്ന് പറയണം. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, എടാ ദുഷ്ടനാ ഞാന്, പക്ഷെ നിങ്ങൾ അത്ര ദുഷ്ടത്തിനൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയണം. അപ്പോഴേക്കുമാണ് വന്ദനയുടെ മെസ്സേജ് വരുന്നത്. വന്ദനയുടെ മെസ്സേജ് ആണല്ലോ, അർജന്റായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിനായിരിക്കും പോലും. അങ്ങനെ മനോഹർ അപ്പം തന്നെ വന്ദനയെ കാണാനായിട്ട് പുറപ്പെടുവാണ്. ഈ സമയത്ത് വരുൺ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വരുണിന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല എന്താ അത്യാവശ്യമായിട്ട് തന്നെ കാണണമെന്ന് പറഞ്ഞേ? അതോ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ജീവന്റെ വീട്ടിലേക്ക് വരാനായിട്ട് എന്ന് പറയണം. വീട്ടിലേക്ക് വരാനായിട്ടോ? അതെ. എത്ര നാളെന്ന് വെച്ചാൽ അവര് ഇങ്ങനെ വരാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടെന്ന് നിൽക്കോ? ഓ അതുകൊണ്ട്. അതെ, ഒരു പ്രശ്നമുണ്ട്, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും അറിയത്തില്ലെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല. അവസാനം മനോഹർ ആലോചിച്ച് എന്താ ചെയ്യണ്ടേ, എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനേ പറ്റുള്ളൂ. പക്ഷേങ്കിൽ അവിടെ സരയുണ്ട്, സരയുവിനെ എങ്ങനെയെങ്കിലും മാറ്റണം. ഒടുവിൽ ആലോചിച്ചിട്ട് പറഞ്ഞു, മോളുടെ ആഗ്രഹം ഇന്ന് തന്നെ നമുക്കൊണ്ട് സാധിച്ചേക്കോ. ഒരു കാര്യം ചെന്ന അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറ, അവരെയും കൂട്ടിക്കൊണ്ട് ഇന്ന് തന്നെ പോരാൻ പറയണം. ഇത് കേട്ടതും വരുണെന്ന് ചിരിച്ചു. ഇപ്പൊ എനിക്ക് സന്തോഷമായി. ശരി, ഞങ്ങൾ ഇന്ന് തന്നെ വരാന്നൊക്കെ പറയണം. പിന്നീട് മനോഹർ അങ്ങോട്ടേക്ക് പോവാണ്. അതിനുശേഷം വീട്ടിലേക്ക് എന്ന് കാര്യങ്ങളൊക്കെ വരുൺ പറയാണ്. അങ്ങനെ വരുൺ ഒരുങ്ങാനായിട്ട് അങ്ങോട്ട് പോയി. ഈ സമയത്ത് സുഗന്ധി റെഡിയായിട്ട് താഴേക്ക് വരുവാണ്. പിന്നീട് രാഘവൻ ചോദിച്ചു, അല്ല കുറെ സമയമായല്ലോ അവൻ ഒരുങ്ങാനായിട്ട് പോയത്, ഇതുവരെയായിട്ട് റെഡിയായിട്ട് വന്നില്ലെന്ന് ചോദിക്കാം. അത് പെട്ടെന്ന് അങ്ങനെ ഒന്നും മാറാൻ പറ്റുന്ന കാര്യമാണോ? കാരണം ആണ് പെൺവേഷം കെട്ടണ്ടല്ലേ, അപ്പൊ കുറച്ച് സമയം താമസം പിടിക്കും, നന്നായിട്ട് ഒരുങ്ങണ്ടേന്ന് ചോദിക്കാം. ഓ അത് ശരിയാ തന്നെയാ. അല്ല ഇപ്പോഴവൻ എങ്ങോട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത്? ഏത് വീട്ടിലേക്കായിരിക്കും? അവന്റെ അമ്മായച്ചന്റെ അടുത്തേക്കായിരിക്കും എന്ന് ചോദിക്കുക. അങ്ങോട്ട് തന്നെ ആയിരിക്കും മിക്കവാറും. അമ്മായച്ചനായിരിക്കും അച്ഛനാന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നേ, അതിനുള്ള സർവ്വ ചാൻസും കാണുന്നുണ്ടെന്ന് പറയാണ്. സുഗന്ധി പറഞ്ഞു, അത് ശരിയാ. ഇനിയിപ്പം അധികം വൈകാതെ അവന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കാണ്ട് നമുക്ക് സാധിക്കും. അതുവരെ നല്ല തകർപ്പൻ പെർഫോമൻസ് തന്നെ നടത്തണമെന്ന് പറയാണ്. അപ്പോഴേക്കും വരുൺ അങ്ങോട്ടേക്ക് വന്ദനയായിട്ട് ഒരുങ്ങി വന്നു. അടിമുടിയൊന്ന് നോക്കിയിട്ട് സുഗന്ധി പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമൊക്കെ തോന്നും, അത്രയ്ക്ക് നല്ല ക്യൂട്ടായിട്ടാണെന്ന് പറയണ. ആടാന്ന് ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കില്ല എന്ന് പറയാ. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് സരയു എന്ത് ചെയ്യുവാണ്, നേരെ ശാലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ശാലിന്റെ അടുത്ത് എന്നിട്ട്, അതെ എനിക്ക് പുറത്തു വരെ പോണെന്ന് പറയണ. പുറത്തു പോകാനോ? അതെന്തിനാ മോളെ? അത് പിന്നെ മനുവേട്ടൻ എന്നോട് പുറത്തു വരെ ചെല്ലാൻ പറഞ്ഞു പറയണ. അവൻ എന്തിനാ മോളെ പുറത്തേക്ക് വിളിച്ചിരിക്കുന്നേ? എന്റെ അമ്മേ, ഞാൻ ഇതിനകത്ത് എത്രയാന്ന് വെച്ചാൽ അടച്ചു കിട്ടി ഇങ്ങനെ ഇരിക്കുന്നേ, എനിക്കും വേണ്ട ഒരു സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ. പുറത്തൊന്ന് പോയി ചുറ്റി അടിക്കാതെ മനുവേട്ടൻ പറഞ്ഞു വിളിച്ചു, അതുകൊണ്ട് പോകുന്നാന്ന് പറയണം. മോളെ പോകുന്നോ കൊള്ളാം, ലോക്കറിന്റെ കീയോ പണമൊന്നും എടുത്ത് കൊടുത്തേക്കല്ലെന്ന് പറയാം. അമ്മേ അതൊക്കെ എപ്പോഴാണല്ലോ എനിക്കും മനുവേട്ടനും കൂടെ ഉള്ള. പിന്നെ മനുവേട്ടൻ എൻ്റെ ഈ നക്കാപ്പിച്ച പൈസയുടെ ഒന്നും ആവശ്യമില്ല. മനുവേട്ടൻ്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, കോടികളുടെ ആസ്തിയുണ്ട്, പിന്നെയാണോ എൻ്റെ ഈ ഇത്തിരി പൈസ എന്നൊക്കെ പറയാം. മോളെ അവനോ സൂക്ഷിക്കുവാണെ അവനോന് കൊള്ളാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അവസാനം നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ ഇടവരില്ലെന്ന് പറയണ. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് സരയു അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. സരയു ഇറങ്ങിപ്പോയി ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ അങ്ങോട്ടേക്ക് വന്നു. മനോഹർ വന്ന് നേരെ ശാരിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ശാരി പറഞ്ഞു, എടാ എന്റെ മോള് നിന്നെ കാണാനെന്നും പറഞ്ഞ് ഇറങ്ങി പോയിട്ടുണ്ടല്ലോ. അതോ? അത് ഞാൻ അവളെ ഇവിടുന്ന് മനഃപൂർവ്വം മാറ്റിയതെന്ന് പറയണ. മനഃപൂർവ്വം മാറ്റിയെന്നോ? അതെ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നേ പെണ്ണിന്റെ അച്ഛനും അമ്മയും പെണ്ണൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയണം. ഇങ്ങോട്ടേക്കോ? അതെ, നിങ്ങളാണ് സ്വീകരണം കൊടുക്കണ്ടേ, നിങ്ങൾ എന്റെ ആന്റി ആയിട്ടല്ലേ അഭിനയിച്ചത്, അപ്പൊ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയണം. ഞാൻ സ്വീകരിക്കാനോ? അതെ. എടാ അപ്പൊ എന്റെ മോളോ? നിങ്ങളുടെ മോളെ ഞാൻ മാറ്റിയല്ലോ. എടാ അവളവിടെ പോയി നിനക്ക് വേണ്ടി കാത്തിരിക്കുമല്ലേ, അപ്പൊ നീ ഇവിടെ ഇങ്ങനെ വന്ന് നിന്നാൽ എങ്ങനെ ശരിയാണേ? അതെ, അവൾ അവിടെ പോയി കുറച്ചേരം കാത്തു നിന്നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അവളെ ഞാൻ ഇവിടുന്ന് മാറ്റാനായിട്ട് എട്ട നമ്പറില്ലായിരുന്നോ? പിന്നെ അവര് വരുമ്പോ അവർക്ക് നല്ല സ്വീകരണമായിരിക്കും കൊടുക്കേണ്ടേ, ഒന്നിനും ഒരു കുറവ് വരുത്താനും പാടില്ല, ഒരു സംശയത്തിനും ഇടവരുത്താനും പാടില്ലെന്ന് പറയണം. അങ്ങനെ എന്തെങ്കിലും വരുത്തി അറിയാലോ. പിന്നെ നിങ്ങളുടെ മോളുടെ ജീവിതം തകർന്നു പോകുന്നു പറയാം. ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു, എന്റെ മോളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിട്ടല്ലേ എന്തും ചെയ്യാനേ ഞാൻ ഒരുക്കുവാണ്, എന്ത് വേണം ചെയ്യാം, കാരണം എന്റെ മോളൊന്ന് രക്ഷപ്പെട്ട് കിട്ടൂലോ, എനിക്ക് അത് മാത്രം മതി എന്ന് പറയണ. ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു, അത് ശരിയാ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ബുദ്ധിയും ബോധം ഉണ്ടായല്ലോ, ഇത് കുറച്ച് നേരത്തെ നിങ്ങൾ ചെയ്യേണ്ടതല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്റെ ദുഷ്ട, എന്നാൽ നീ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ, കുറച്ച് കടന്ന കൈയായെന്ന് പറയണം. അതെ, നിങ്ങൾ കൂടുതൽ വാചകോടിയൊന്നും വേണ്ട, അവര് വരുമ്പോ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമെന്ന് പറയണം. ശാരി പറഞ്ഞു, എടാ അങ്ങനെ വരുന്നവരൊന്നും വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാറില്ലെന്ന് പറയാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ, ചായ സ്നാക്സോ ഒക്കെ കൊടുക്കണ്ടേന്ന് ചോദിക്കുക. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തണമെന്ന് പറയാ. ചായ സ്നാക്സോ ഒക്കെ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, പക്ഷെ എങ്കിൽ ആരും അങ്ങനെ അധികം കഴിക്കാനൊന്നും നിൽക്കത്തൊന്നുമില്ല, ഒരു ഗ്ലാസ് ചായ കുടിച്ചാലായി കുടിച്ചില്ലല്ലായി. മനോഹർ പറഞ്ഞു, അതൊക്കെ അവരുടെ ഇഷ്ടം, പക്ഷെ നമ്മൾ അവരെ നിർബന്ധിക്കണം, നമ്മുടെ കടമയാ, മനസ്സിലായല്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
പുറത്തൊരു കാർ വന്ന് ശബ്ദം കേട്ടെ അവര് വന്നെന്ന് തോന്നിയെന്ന് പറയാണ്. ആ സമയത്ത് കല്യാണിയും ദീപയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരിക. അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പത്തേനും വന്ദനയും അച്ഛനും അമ്മയും കൂടെ അപ്പുറത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവരെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുകയാണ്. കണ്ടില്ലേ അമ്മേ, ദേ വരുണാണോ ഒരുങ്ങിയിരിക്കുന്ന വന്ദനയായിട്ട്, എങ്ങനെയുണ്ട് കാണാൻ, നല്ല ഗ്ലാമറിലേ നിൽക്കും. പിന്നല്ലേ ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ മാറി നിൽക്കുമെന്ന് പറയണം. പിന്നീട് അങ്ങോട്ടേക്ക് വരുണ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശാരിയും മനോഹറും കൂടെ ഓടി ഇറങ്ങി വരുവാണ്. പിന്നെ ശാരി പറഞ്ഞു, ആ വാ വാ കയറുക, ഞങ്ങൾ കുറെ സമയമായിട്ട് കാത്തു നിൽക്കുക എന്നൊക്കെ പറയാണ്. അങ്ങനെ അകത്തേക്ക് കൊണ്ട് ഇരുത്തുകയാണ്. പിന്നീട് പറഞ്ഞു, ദേ എത്ര സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, ഇവനുണ്ടല്ലോ ഞങ്ങൾ സ്വന്തം മോനെപ്പോലെ തന്നെയാ, ഞാനിവന്റെ ആന്റിയാ, പക്ഷെ എന്ത് ചെയ്യാനാ, ഇവന്റെ എല്ലാ കാര്യത്തിനും ഞാൻ വേണം മുന്നിട്ടിറങ്ങാന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വരുണും അച്ഛനും അമ്മയൊക്കെ പരസ്പരം നോക്കുകയാണ്. അതിനുശേഷം ശാരി പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും എടുത്തുണ്ടാന്ന് പറയണം. അതൊന്നും വേണ്ടാന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കുടിച്ചിട്ടൊക്കെ പോയാൽ മതി, ചായ എടുക്കായപ്പം എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. ആ സമയത്ത് മനോഹർ ഇങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് രാഘവൻ ചോദിച്ചു, അല്ല മോൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ? അച്ഛനിവിടെ ഉണ്ട്, അച്ഛനൊരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുവാന്ന് പറയണം. ആക്സിഡന്റ് ആയിട്ടോ? അതെ, ഒരു ആക്സിഡന്റ് സംഭവിച്ചായിരുന്നു, അതുകൊണ്ട് അച്ഛൻ കിടന്ന കിടപ്പിലായി പോയി. പിന്നെ അമ്മയ്ക്കും ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും കൂടെ പോണ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടായത്. അതുകൊണ്ട് അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് അമ്മ ബോംബെയിലാ, അതുകൊണ്ട് അവരുടെ ആന്റി വന്ന് കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ, ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് വരുണ്ട് അച്ഛൻ പറയാണ്. പിന്നീട് പറഞ്ഞു, അല്ല ഇപ്പൊ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയണം. ആ സമയത്താണ് ശാരി അങ്ങോട്ട് ചായയൊക്കെ ആയിട്ട് വരുന്നത്. ശാരി കൊണ്ടുവന്ന് ചായ കൊടുക്കാൻ തുടങ്ങിയത് കഴിയുമ്പോഴത്തേനും രാഘവൻ പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്ക് ചായ വേണ്ടാന്ന് പറയാം. എന്താ, ഞങ്ങൾ ആദ്യം പോയി അവന് കാണട്ടെ, ഇതേ ജീവന്റെ അച്ഛനെ ഒന്ന് കാണട്ടെ എന്ന് പറയണ. അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് കല്യാണി നേരെ അകത്തേക്ക് ചെല്ലുവാണ്. കല്യാണി അകത്ത് ചെല്ലുമ്പോൾ കിരൺ അവിടെ ഉണ്ടായിരുന്നു. കിരണിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, കിരണേട്ടാ കാണേണ്ട ഒരു കാഴ്ച ഇപ്പൊ ഞങ്ങൾ കണ്ടുവരുന്നേന്ന് പറയണം. ദേ വരുണും അച്ഛനും അമ്മയ്ക്ക് അപ്പുറത്ത് വന്നിട്ടുണ്ട്, അവനെ കാണാനായിട്ട്, മനോഹരനെ കാണാനായിട്ടെന്ന് പറയാം. കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ അവന് അവിടുന്ന് സരുവിനെ മാറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. അത് പിന്നെ പറയേണ്ട കാര്യമില്ലോ കിരണേട്ടാന്ന് പറയാം. അവനെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മുട്ട പണി അവന് കിട്ടാനായിട്ട് പോകുന്നത്. അവന്റെ സ്വർണവും പണവും എല്ലാം പോവുകയും ചെയ്യും. അവസാനം വരുണ ആണാന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൻ കണ്ടം വഴി ഓടുന്ന കാഴ്ച കാണാന്ന് പറയണം. കല്യാണി പറഞ്ഞു, കുറെ ആൾക്കാരെ വഞ്ചിച്ചല്ലേ, എത്ര പെൺകുട്ടികളുടെ ശാവും എന്റെ തലയിലുള്ളത്, എന്നിട്ടും അവൻ വീണ്ടും വീണ്ടും പെണ്ണുങ്ങളെ അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നാണമില്ലാത്തവന് എന്നൊക്കെ പറയണ. കിരൺ പറഞ്ഞു, സാരമില്ല, ഇത് അവന്റെ അവസാനത്തെ പോക്ക, ഇനി അവൻ ഒരു പെണ്ണിന്റെ പുറകെ പോകത്തില്ല, ഇതോടുകൂടി അവൻ അവന്റെ പോക്ക് നിർത്തിക്കോളും എന്ന് പറയാം. പിന്നെ സരുവിനിട്ട് കിട്ടേണ്ട പണി കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് മാത്രം ഞാൻ അവന്റെ കള്ളത്തരങ്ങളൊന്നും പൊളിക്കായിരുന്നേ, അല്ലായിരുന്നെങ്കിൽ പണ്ട് അവന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞെന്ന് പറയണം. കല്യാണി പറഞ്ഞു, അത് ശരിയാ, പണ്ട് അതൊക്കെ പൊളിച്ചടക്കേണ്ടതാണ് കിരണേട്ടാ, അങ്ങനെയാണെങ്കിൽ അവനിങ്ങനെ ഈ പെൺകുട്ടികളെല്ലാം നശിപ്പിക്കില്ലായിരുന്നു. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മനോഹർ രാഹുലിനെ സുഗന്ധിനെ അവരെല്ലാം കൂട്ടിക്കൊണ്ട് നേരെ രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ രാഹുൽ ഇങ്ങനെ കിടക്കുക. അങ്ങനെ രാഹുലിനെ കണ്ടതും ഒരു നിമിഷം രാഹുലിനെ ഇങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അയ്യോ ഇത്രയ്ക്ക് വയ്യാതെ കിടക്കുമായിരുന്നില്ലേ, എഴുന്നേൽക്കാൻ പോലും പറ്റില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു, അതെ എന്ത് ചെയ്യാനെന്ന് പറ, അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടായതാ, ഇനി എഴുന്നേക്കാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല, കിടമ്പ തന്നെ കിടക്കുവാന്ന് പറയണം. അയ്യോ അപ്പൊ കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് ചോദിക്കും. കല്യാണത്തിന് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അച്ഛന്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അച്ഛന് എഴുന്നേറ്റല്ല കല്യാണം കൂടാനായിട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറയാം. രാഘവൻ പറഞ്ഞു, ഓരോ മനുഷ്യന്മാർക്ക് ഓരോന്നൊക്കെ പറ്റുന്നേ, എന്ത് ചെയ്യാനാന്ന് പറ. ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ എൻ്റെ മോൻ്റെ കാരുണ്യം ഉള്ളതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചതെന്ന് പറയണം. മനോഹറിനെ അങ്ങോട്ട് പുകഴ്ത്തിക്കൊണ്ട് അങ്ങോട്ട് പറയണം. മനോഹറിന് നന്നായിട്ട് അതങ്ങോട്ട് സുഖിച്ചു. പിന്നീട് പറഞ്ഞു, കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ അറിയണേ, അതുകൊണ്ട് ഇനിയിപ്പോൾ അത്ര ആർഭാടമായിട്ട് നടത്തണമെന്ന് ഞങ്ങൾക്കും അത്ര ഒരു താല്പര്യമില്ലെന്ന് പറയണേ. രാഹുൽ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ആർഭാടമായിട്ട് തന്നെ നടത്തിക്കോ, ഞങ്ങൾക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് വരണിങ്ങനെ ആംഗ്യം കാണിക്കുകയാണ് മനോഹറിനോട്. ഈ കാഴ്ച കണ്ടപ്പോൾ രാഹുൽ ചോദിച്ചു, അതെന്താ സംസാരിക്കാത്തതെന്ന് ചോദിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മനോഹർ പറഞ്ഞു, അത് പിന്നെ അച്ഛാ സംസാരശേഷിയില്ല, അപ്പുറത്തെ കല്യാണിയെപ്പോൾ ഒരു കുട്ടിയാണ് ഇവളെന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ, സാരില്ല, കല്യാണത്തിന് ശേഷം വേണം എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണം, ഹോസ്പിറ്റലൊക്കെ പോയി ചെക്കപ്പ് നടത്തിയിട്ട് സംസാരശേഷി വീണ്ടും എടുക്കണം എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് രാഹുൽ പറഞ്ഞു, അത് ശരിയാ, ഇങ്ങോട്ടേക്ക് മോള് വന്നതിന് ശേഷം വേണം ഞങ്ങൾക്ക് അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. മോള് പേടിക്കണ്ട കേട്ടോ, ഇവൻ നല്ലവനാട്ടോ, ഇപ്പം മോളെ പൊന്നു പോലെ നോക്കിയോളൂ, മോൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നൊക്കെ പറയണ. ഇത് കേട്ടപ്പോൾ ഉള്ളിൽ ചിരിക്കുവാണ് വരുണ, പക്ഷെ പുറത്ത് അത് പ്രകടിപ്പിക്കാൻ പറ്റില്ലോ. അങ്ങനെ ഉള്ളിൽ ചിരിച്ചിട്ട്
വരുൺ പറഞ്ഞു, അതെ അതെ, കല്യാണം കഴിയാൻ വേണ്ടി ഞാനും കാത്തിരിക്കുന്നത്, ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. നിന്റെ മരുമോന്റെ കാര്യത്തിന് തീരുമാനം എടുക്കാനായിട്ട് അന്ത്യം കുറിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവോ, കുറെ കാലമായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. അങ്ങനെയൊക്കെ വരും പറയാണ്, നിഷേനെയും നിതേനെയൊക്കെ ചർച്ച നിന്നെ നമ്മൾ വെറുതെ വിടുമെന്ന് ഓർത്തോ, ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്നൊക്കെ മനസ്സിൽ പറയണം. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.